നമസ്കാരം സുഹൃത്തുക്കളെ. അഹല്യാദേവി എന്ന് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. രാമായണത്തിലെ ഒരു അഹല്യാദേവി ശിലയായി കിടന്നതും വനവാസകാലത്ത് ശ്രീരാമചന്ദ്ര ഭഗവാനെത്തി പാദസ്പർശം കൊണ്ട് മോക്ഷം നൽകുന്നതും ഒക്കെ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭാരതത്തിലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്കും മൂർത്തികൾക്കുമൊക്കെ മോക്ഷം നൽകിയ ഒരു അഹല്യാദേവിയെക്കുറിച്ച് നാം എത്ര പേർ കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു ചരിത്രം നാം വായിച്ചിട്ടുണ്ടോ? നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ആ അഹല്യാദേവിയുടെ ചരിത്രം നാം കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊരു അഹല്യാദേവിയുണ്ട്. ഇന്നേക്ക് 300 ആണ്ട് മുമ്പ് മെയ് 31 ജനിച്ച അഹല്യാബായി എന്ന ആ പെൺകുട്ടി പിന്നീട് ഹോൾക്കർ കുടുംബത്തിലേക്ക് കുലവധുവായി രാജവധുവായി എത്തുകയും അഹല്യാബായി ഹോൾക്കർ എന്ന് അറിയപ്പെടുകയും ചെയ്തു. പിന്നീട് ആ മാൾവ പ്രദേശത്ത് ഇൻഡോറിലെ രാജധാനിയിൽ ഇരുന്നു കൊണ്ട് ആ പ്രദേശത്ത് ക്ഷേമരാഷ്ട്രം സ്ഥാപിച്ചതുകൊണ്ട് ലോകത്തിന് തന്നെ ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ മാതൃക എന്താണെന്ന് കാണിച്ചു കൊടുത്തതുകൊണ്ട് ആ അഹല്യാദേവിയുടെ പേരിനൊപ്പം നാം ചേർത്ത വിശേഷണങ്ങളാണ് ലോകമാത, പുണ്യശ്ലോക എന്നൊക്കെയും. അങ്ങനെ പുണ്യശ്ലോകയായ ലോകമാതാവായ ആ അഹല്യാദേവി ഹോൾക്കറിന്റെ ജന്മദിനമാണ് ഇന്ന് മെയ് 31. ഭാരതത്തിൽ ഇതേപോലെ കരുത്തുറ്റ ഒരുപാട് വനിതാ രത്നങ്ങളുണ്ട്, ഭരണാധികാരികളുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസവും ആയോധന പാഠവും ഒക്കെ പരിശീലനം ലഭിച്ചിട്ടുള്ള അത്തരം വനിതാ രത്നങ്ങൾ നമുക്ക് ലോകത്തിന് മുമ്പിൽ വെക്കാനുള്ള മാതൃകകൾ തന്നെയാണ്. ഈ അഹല്യാബായി ഹോൾക്കറിനെ കുറിച്ച് നാം പറയുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുകയും ഒരു ക്ഷേമരാഷ്ട്രത്തിന് വേണ്ട വിധത്തിലുള്ള കൃഷിയും വ്യവസായവും വാണിജ്യവും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുകയും അതൊക്കെ നടപ്പാക്കുകയും വളരെ നല്ല പ്ലാനിങ്ങോടുകൂടി ഒരു രാജ്യത്തെ ഭരിക്കുകയും ഒക്കെ ചെയ്ത ആ രാജ്ഞിയുടെ ആ ചരിത്രം നാം വായിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മുടെ കുട്ടികളെ ആ ചരിത്രങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. കാരണം പലതുമുണ്ട്, നമുക്കത് അറിയാം. അപ്പോൾ ഈ രാജ്ഞിയെക്കുറിച്ച് ഒരുപാട് ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചതിനെ പറ്റി ഒരുപാട് മറ്റു കാര്യങ്ങൾ ഒക്കെയും പറയാനുണ്ട്. ഞാൻ ആ ഒരു കുറിപ്പ് ഈ വീഡിയോയ്ക്ക് താഴെ ഞാനൊരു കമൻ്റായിട്ട് ഇടാം. ഈ അയോധ്യ രാമക്ഷേത്രം തന്നെ പുനരുദ്ധരിക്കണം എന്നുള്ളത് ഈ അഹല്യാബായി ഹോൾക്കറിന്റെ ഒരു സ്വപ്നമായിരുന്നു. അതുകൂടി സാക്ഷാത്കരിക്കപ്പെട്ട ഈ ഒരു വർഷത്തിൽ നമ്മൾ ഈ അഹല്യാബായി ഹോൾക്കറിന്റെ 300ാമത് ജന്മദിനം ആഘോഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും പഠിച്ചിരിക്കേണ്ട ചരിത്രമാണ്, ഓർത്തിരിക്കേണ്ട ചരിത്രമാണ്. അപ്പോൾ ഈ രാജ്ഞിയോട് ഒരു കവി ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ച ഒരു ചെറിയ ഭാഗം ഞാനൊരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കാം. ആ കവിയുടെ പേര് പണ്ഡിറ്റ് മോരോപന്ത് എന്നായിരുന്നു. അദ്ദേഹം ഈ രാജ്ഞിയെക്കുറിച്ച്, ഈ രാജ്ഞിയുടെ ഒരു കാര്യകർത്താവായ വിസാജി പന്തിനോട് അന്വേഷിക്കുന്നുണ്ട്. വിസാജി പന്ത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊക്കെ വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അഹല്യാദേവിയുടെ സത്കർമ്മങ്ങൾ ദൃശ്യമായിരുന്നു. ഈ മോരോപന്ത് എന്ന കവി ക്ഷേത്രങ്ങൾ, കിണറുകൾ, പൊതുവിശ്രമ കേന്ദ്രങ്ങൾ അങ്ങനെ ഒക്കെയും കണ്ടു. അങ്ങനെ ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ വിവിധ ഭരണാധികാരികളുടെ മുമ്പിൽ പരിപാടികൾ നടത്താൻ അദ്ദേഹം ഭാരതമാകെ സഞ്ചരിച്ചിട്ടുണ്ട്. രാമേശ്വരം മുതൽ ചതുർധാമങ്ങൾ വരെയും ദ്വാരക, കാശി, അയോധ്യ എന്നിവിടങ്ങളിലുമൊക്കെ അഹല്യാദേവിയുടെ സംഭാവനകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിന് കാണാനിടയായി. എന്തിനാണ് അത്രയും വ്യാപകമായ ധർമ്മപ്രവൃത്തികൾ ചെയ്തതെന്നായിരുന്നു വിസാജി പന്തിനോട് മോരോപന്ത് ചോദിച്ചത്. അതിനെല്ലാം ചെലവാക്കിയ പണത്തിന്റെ കാര്യവും ചോദിച്ചു. കാരണം ഈ പണത്തിന്റെ കാര്യങ്ങളിലൊക്കെയും ഈ അഹല്യാബായി ഹോൾക്കർ വളരെ ഏറെ കണിശക്കാരിയായി കണക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ ചരിത്രത്തിലുണ്ട്. സ്വന്തം ഭർത്താവിന് പോലും അതിന്റെ കണക്കുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് ചിലവായതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും അതിന് ഫൈൻ അടിക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ത്രീരത്നമാണ്
ഈ അഹല്യാഭായ് ഹോൾക്കർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഈ പുനരുദ്ധാരണത്തിനൊക്കെയുള്ള പണം ഈ അഹല്യാഭായി കണ്ടെത്തിയിട്ടുള്ളത് തന്റെ വ്യക്തിപരമായ സ്വത്തിൽ നിന്നായിരുന്നു. ഒരു ചെറു നാണയം പോലും സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് ഈ മോരോ പന്തിനോട് വിസാജി പന്ത് വിശദീകരിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇത്രയേറെ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം മോരോപന്തിനോട് പറഞ്ഞത്, അഹല്യാദേവി കിണറുകൾ നിർമ്മിക്കാൻ കാരണം പാനിപ്പത്തിൽ നിന്ന് മടങ്ങി വന്ന സൈനികർ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടാണ്. പാനിപ്പത്ത് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നിട്ടുള്ള സൈനികർ. പൊതുവിശ്രമ കേന്ദ്രങ്ങൾ പണിയാൻ കാരണം നജീബ് ഖാന്റെ ഹിന്ദു കൂട്ടക്കൊലപാതകം അവർ നേരിട്ട് കണ്ടതാണ്. നിഷ്കളങ്കരായ മനുഷ്യർ മരിച്ചു വീണതിന് കാരണം ഓടിക്കയറാനോ ഒളിച്ചിരിക്കാനോ അവർക്ക് ഒരിടവും കാണാതിരുന്നതാണ്. അതുകൊണ്ടാണ് വിശ്രമ കേന്ദ്രങ്ങൾ അഹല്യാദേവി ഹോൾക്കർ നിർമ്മിച്ചത്. അതെല്ലാം പണിയിക്കാൻ കാരണം ദേവി മുസ്ലിം അക്രമകാരികൾ തല്ലിത്തകർത്ത ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിന് കാരണം ദേവി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അസഹിഷ്ണുത കാരണം ബോധപൂർവം ഹൈന്ദവ ക്ഷേത്രങ്ങളെ തല്ലി തകർത്തു. അങ്ങനെ ചെയ്താൽ ഹൈന്ദവ വിശ്വാസം ഇല്ലാതാകുമെന്ന അന്ധവിശ്വാസവും അറിവില്ലായ്മയുമായിരുന്നു അവരുടെ ക്രൂരകൃത്യങ്ങൾക്ക് കാരണം. ആ ക്ഷേത്രങ്ങളെ അങ്ങനെ നശിപ്പിക്കപ്പെട്ട നിലയിൽ തുടരാൻ അനുവദിച്ചാൽ അത് വിശ്വാസികളുടെ അഭിമാനത്തോടും സ്വസ്ഥതയോടും ചെയ്യുന്ന നീതികേടായിരിക്കും. അതായിരുന്നു നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണത്തിന് അഹല്യാദേവിയെ പ്രേരിപ്പിച്ച ധർമ്മബോധം. മനസ്സിലായില്ലേ എത്രത്തോളം ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു ഈ രാജ്ഞിക്ക് എന്നത് നാം മനസ്സിലാക്കണം. കാരണം ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം സ്വന്തം കയ്യിലെ പണം കൊണ്ട് അവർ നടപ്പാക്കിയത്. ഹോൾക്കർമാർ മുസ്ലിം ഭരണാധികാരികളെ അവരുടെ പല നീക്കങ്ങളിലും സഹായിക്കുകയും അതൊക്കെ ചില പരസ്പര ബന്ധങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ലെന്ന് അഹല്യാദേവി മുസ്ലിം ഭരണാധികാരികളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കാരണങ്ങളൊക്കെയും മോരോ പന്തിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ കാര്യകർത്താവ്. പിന്നീട് കവി ചോദിക്കുന്നുണ്ട്, ഈ ക്ഷേത്രം, ഈ കാശി വിശ്വനാഥ ക്ഷേത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർമ്മിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ബനാറസിൽ പോയപ്പോൾ അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും പോയിരുന്നു. ആ മഹത്തായ ക്ഷേത്രം നിന്നിരുന്ന സ്ഥാനത്ത് ഗ്യാൻവാപി മോസ്ക് കണ്ട് ഹൃദയം മുറിഞ്ഞതുമാണ്. അതേ സമയം തന്നെ പുതിയൊരു ക്ഷേത്രം പള്ളിയുടെ നേരെ മുന്നിൽ പണിതിരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ക്ഷേത്രം അഹല്യാദേവിയുടെ ഉത്തരവ് പ്രകാരമാണ് നിർമ്മിക്കുന്നതെന്ന വിവരം അറിഞ്ഞു. അദ്ദേഹം ദേവിയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ആ പുതിയ ക്ഷേത്രം പള്ളിയുടെ മുന്നിൽ തന്നെ പണിതതെന്നും കാശിയിൽ തന്നെ മറ്റൊരിടത്ത് ആയിക്കൂടായിരുന്നോ എന്നുമാണ്. ദേവി ആ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം വളരെ പ്രസക്തമാണ്. നമ്മളത് ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടതാണ്. ഹിന്ദുക്കൾ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ്. അവർ മുസ്ലിം ചക്രവർത്തിമാർ അവരുടെ ശിരസിലേൽപ്പിച്ച മുറിവുകൾ നിസ്സാരമായി മറന്നുപോകും. എന്നാൽ ഹിന്ദുക്കളുടെ മനസ്സിൽ ആ മുറിവുകൾ ഉയർത്തുന്ന തീ അണയാതെ കത്തി നിൽക്കാനാണ് പുതിയ ക്ഷേത്രം അമ്പലം തകർത്തു പണിത ആ പള്ളിയുടെ മുന്നിൽ തന്നെ നിർമ്മിച്ചതെന്നായിരുന്നു അഹല്യാദേവി നൽകിയ അർത്ഥശങ്കയ്ക്കിടം കൊടുക്കാത്ത മറുപടി. നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ആ മറുപടി, സ്വാഭിമാനിയായ ആ വനിതാ രത്നത്തിൻ്റെ ആ മറുപടി നാം കല്ലിൽ കൊത്തിവെക്കേണ്ടതാണ്, ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടതാണ്. നമ്മുടെ രാഷ്ട്രത്തിന് അടിത്തറയിട്ട ഇത്തരം ഒരുപാട് മഹാത്മാക്കൾ ചരിത്രത്തിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ അഹല്യാഭായി ഹോൾക്കർ. രാഷ്ട്രായ സ്വാഹ. ഇദം നമഃ.